നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. 7:30 ആ ചേട്ടൻ കടയിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനാന്ന് പറഞ്ഞപ്പോൾ അമൃതവണ്ടി വന്നപ്പോൾ ഓടി കയറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച്. ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ മകനാണ് ഏക ആശ്രയം. രാവിലെ പണിക്കും വേലയ്ക്കുമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. വൈകുന്നേരം 8:30 വീട്ടിൽ അമ്മ ചോറും ആയിട്ട് കാത്തിരുന്നു. ഇപ്പം മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്? കഷ്ണങ്ങളല്ല, ആളില്ലാത്ത അവസ്ഥയാണ്. പണ്ടും കൂടെ എല്ലാം പുറത്ത് കിടക്കുന്നു, ഒന്നുമില്ല. എന്താ അവസ്ഥ? ഇനി ഇതുപോലെ ഒരു ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ എല്ലാവരും നിങ്ങൾ കൊന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാതെ നടക്കില്ല. നിങ്ങളൊരു കാക്ക കുഴി ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. ഈ ജനത്തിന് ഒരു വിലയില്ലേ? ഈ ആത്മാവിന് ഒരു വിലയില്ലേ? ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാർഗ്ഗമില്ലേ? ഒന്നും വേണ്ട. ആച്ചേരിയിൽ നിന്ന് ഉരുളമണ്ണിയിൽ നിന്ന് ആച്ചേരി വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പാടില്ലേ? എന്നും പറയാൻ ചെയ്യാം എന്നാ ഈ ആന വന്ന് എൽദോസ് എന്ന ആൾ ഇപ്പോൾ ബസ്സിന് ഇപ്പോൾ വന്ന് അമൃത ബസ്സിന് വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്ന് വീട്ടിലേക്ക് പോയ വഴിക്കാണ് ഈ ആന പിടിക്കണത്. ആന പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വെട്ടമൊന്നും വിളിക്കുന്നു പറഞ്ഞാൽ ആന ഈ വഴിക്കൊന്നുമില്ല. ഇവിടെ 1 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടുന്ന് ലാച്ചേരിക്ക്. ഇവിടെ ഒരു വഴിക്ക് ഒരു വെട്ടവും ബൾബ് കിടക്കണ്ട, പക്ഷേ തെളിയുന്ന ബൾബല്ല ഇവിടെ ഭാഷ ഇട്ടിരിക്കുന്നത്. ആന കണ്ട് ഇങ്ങനെ ആന ഓടിച്ചിട്ട് പിടിച്ച് ഈ മരത്തിനിട്ട് അടിച്ചാണ് അവനെ കൊന്നത്. 2 ഭാഗത്ത് അത് വലിച്ച് കീറി ഇട്ടിരിക്കുകയാണ്. കുറേ വന്ന ആളാണ് കാണുന്നത്. പക്ഷേ ആളാണ് മനസ്സിലായില്ല. അവൻ ഓടി. ആന കണ്ടപ്പോഴത്തേനും